കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്നിവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് കുളത്തൂപ്പുഴ നിന്നും ജിത്തുവാണ്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്കു പിന്നിൽ എന്നുമുണ്ടായിരുന്നു ഒരു അവിഹിതത്തിന്റെ കഥ. ഹൃദയം തകർന്ന നൊമ്പരത്തോടെ ജിത്തു തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നതും അത്തരമൊരു കഥയാണ്. 5 വർഷം നീണ്ടുനിന്ന ആഹ്ലാദപൂർണമായ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണത്രേ സന്തോഷ് മറ്റൊരു സ്ത്രീയുടെ ചൂരും ചൂടും തേടിപ്പോയത്. പക്ഷേ സന്തോഷ് സമ്മതിക്കുന്നില്ല തന്റെ സൗഹൃദത്തിന് മറ്റൊരു മാനമുണ്ടെന്ന്. എന്നാൽ ജിത്തുവിന്റെ വാദഗതികളെ യുക്തിപൂർവ്വം നിഷേധിക്കാൻ സന്തോഷിന് കഴിയുന്നുമില്ല. കേൾക്കാം നമുക്ക് ജിത്തുവിന്റെ ജീവിതകഥ. എവിടെയാണ് ജിത്തു? കുളത്തൂപ്പുഴ എവിടെയായിട്ട് വരും? എനിക്കറിയാം അവിടെയൊക്കെ. കുളത്തൂപ്പുഴ സാംനഗർ, കാഞ്ഞിരോട്ട്, കുന്നുംപുറം. കുന്നുംപുറത്ത് അവിടെയായിട്ടാണ്. അതാണോ ജിത്തുവിന്റെ വീട്? എവിടെയാണോ? എന്റെ വീട് ഉറുകുന്നില്. ഉറുകുന്ന് കെട്ടിച്ചോണ്ട് വന്നത് കുളത്തൂപ്പുഴയില്. കുളത്തൂപ്പുഴയിൽ ഇപ്പോഴും അവിടെ തന്നെ താമസം. കുഞ്ഞുങ്ങൾ എത്ര പേര്? ഒരു മോള്. 4 വയസ്സ്. 4 വയസ്സായി. ഭർത്താവിന്റെ പേര് സന്തോഷ്. സന്തോഷും ജിത്തും കൂടെ ഇപ്പം ഒരുമിച്ച് തന്നെയാണോ താമസിക്കുന്നത്? അല്ല, ഒരുമിച്ചായിരുന്നു. ഇപ്പം 3 മാസം കൊണ്ട് പുള്ളി ഇവിടെ ഇല്ല. എവിടെ? അപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഡൽഹിയിലാണെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് അങ്ങനെ പോയിട്ട് രണ്ടാഴ്ചത്തോളം വിളിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് മാത്രം ഫോൺ ഓണാക്കി വെക്കുക, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വിളിക്കും. സംസാരിച്ച് കഴിയുമ്പോൾ അപ്പോഴേ ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു. ഈ വീട്ടു ചെലവും കാര്യങ്ങളും ഒന്നും അന്വേഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 3 മാസമായിട്ടോ? ഒന്നുമില്ല. ആലോചിച്ചുറപ്പിച്ച കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം. ഈ ജിത്തുവിന്റെ പരാതി വായിച്ചു ഞങ്ങള്. ഈ ഒരു എന്താ പറയുന്ന ഒരു 4 വർഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിലൊരു പരാതിയോ അല്ലെങ്കിൽ നമ്മളുള്ള സ്നേഹക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്ത്രീധനമായിട്ട് കിട്ടിയോ, പൈസ കിട്ടിയോ, അല്ലെങ്കിൽ ചോദിക്കും. അതിൽ പ്രശ്നങ്ങൾ വേറെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തരത്തിൽ നമ്മളോട് അകൽച്ചയും വെറുപ്പും കുടുംബം അന്വേഷിക്കാതെയൊക്കെ ഇരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു, എത്ര കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്? എന്താണ് വീട്ടിൽ നിന്ന് തരാന്ന് പറഞ്ഞിരുന്നത്? വീട്ടില് പിന്നെ 2 ലക്ഷം രൂപയും 10 പവനുമാണ് പറഞ്ഞിരുന്നത്. ഒരു പപ്പ ഗൾഫിലായിരുന്നു ആ സമയത്ത്. അപ്പോഴ് നിശ്ചയം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പപ്പ അവിടെ നിന്ന് പൈസ അയക്കാം, അപ്പോഴും സ്വർണ്ണം എടുത്ത് കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പൈസ കൊടുക്കാത്തത് കൊണ്ട് ആ സമയത്ത് കല്യാണത്തിന് തലേന്നാണ് പൈസ അയച്ചു തരാമെന്ന് ഞാൻ അയച്ചു തന്നില്ല. അപ്പോഴും പുള്ളിയോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ 5 പവൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. വേറെ ആരും വീട്ടിൽ അറിയണ്ട, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 5 പവൻ്റെ സ്വർണ്ണം, ബാക്കി പൈസയൊക്കെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അപ്പോഴും 2 ലക്ഷം രൂപയും കൊടുത്തു. ഈ 5 പവൻ്റെ സ്വർണ്ണം ഉള്ളത് ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പോഴ് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കെന്ന് വെച്ചാൽ ഈ സ്വർണം കിട്ടാത്തതിലുള്ള ഒരു അകൽച്ചയും വേറെ എങ്ങും വിരുന്ന് പോകാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. ഇല്ല. ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടാവും ഇതിനേക്കാളും കൂടുതൽ കിട്ടുമായിരുന്നു എന്നൊക്കെയുള്ള. ഇല്ല, അത് അറേഞ്ചർമാരെ നമ്മളോട് നല്ല സഹകരണം, അതിന് മുമ്പ് ഫോൺ ചെയ്യും, കാര്യം പറയും ഒക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ ആ ഒരു തരത്തിലൊന്നുമില്ല. പക്ഷെ ഇവർ പൊതുവെ ഇവരുടെ വീടെന്ന് പറയുന്ന കുടുംബപരമായിട്ട് ആരുമായിട്ടും വലിയ സഹകരണവും. ഒരു അനിയനേ ഉള്ളൂ പുള്ളിയുടെ വീട്ടില്. അനിയനും അച്ഛനും അമ്മയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. അതും അച്ഛൻ മരിച്ചു പോയെന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളി ജീവനോടെ ഉണ്ട്. അവര് ഈ കല്യാണത്തിന് 5 വർഷം മുമ്പ് അങ്ങാണ്ട് ഡൈവേഴ്സ് ആയതാ. വേറെ താമസിക്കുകയാണ്. പുള്ളി വേറെ കല്യാണം കഴിച്ചു. പുള്ളിക്ക് മക്കളെന്നൊരു താല്പര്യമുണ്ട്. പക്ഷെ മക്കൾക്കും അവരുടെ അമ്മയ്ക്കും പുള്ളിയെ കാണണമെന്നോ എടുക്കണമെന്നോ ഒന്നുമില്ല. വിവാഹത്തിനൊക്കെ വരണമെന്ന് അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നു. ഇവരെ അറിയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അറിയുന്നില്ല. അപ്പോഴ് കല്യാണം കഴിഞ്ഞ അങ്ങനെ വലിയ ഒരു സഹകരണമില്ല. ഇവര് വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല, പോകാറില്ല. അതിലൊക്കെ താണേലും എല്ലാവരോടും ഒരു അകൽച്ച ഇട്ടേ ഉള്ളൂ. കാരണം ഒന്നും ഇവരോടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. ഒന്ന് പറഞ്ഞ് 2 ചിലപ്പോൾ ഇവര് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കത്തില്ല പ്രതികരിക്കുന്നത്. അതുകൊണ്ട് പേടിയാണ് ആൾക്കാർക്ക്. അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല. അവിടെ ആ വീട്ടില് എത്ര ദിവസം താമസിച്ചു? അവിടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞൊരു 3 മാസത്തോളം വലിയ കുഴപ്പമില്ലാതെ താമസിച്ചു. അപ്പോഴത്തേന് അമ്മ അറിഞ്ഞപ്പോഴത്തേന് ഇത് പോരാ, ഇനിയും വേണം, എളുപ്പം ചോദിക്കുന്നു പറഞ്ഞ് വഴക്കായി. അപ്പോഴ് വീട്ടിൽ പപ്പ അന്നേരം വന്ന് കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞ് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 6 മാസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞു, ബാക്കി കൊടുക്കാനുള്ളത്. പക്ഷെ ഇവരെന്നും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഊന്നി സംസാരിക്കും. മറ്റുള്ളവർ അടുത്തുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബന്ധുക്കൾ വന്നിരിക്കുമ്പോൾ കളിയാക്കിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. തരാനുള്ളത് ഞാൻ വാങ്ങിക്കും, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം എന്നെ വീട്ടിൽ കൊണ്ടാക്കി. സന്തോഷം തന്നെ കൊണ്ടാക്കിയിട്ട് പിന്നെ നീ അവിടെ 2 ദിവസം നില്ല, എന്നിട്ട് സ്വർണ്ണം കിട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി തന്നെ സ്നേഹത്തെ കൊണ്ടാക്കിയിട്ട് ഫോൺ വിളിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ പുള്ളി തന്നെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഇനി പോരും.
വാ ഇന്ന് പിന്നെ തന്നാൽ മതി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ തന്നെ കൊണ്ടാക്കി തന്നെ ഒരു 4-5 തവണ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ച് പുള്ളി തന്നെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അമ്മയ്ക്കൊക്കെ ഒരു നീരസം പോലായി. എപ്പോഴും നമ്മൾ അവരുടെ അടുക്കളയിൽ കയറി ചോറ് വെക്കുന്നത് ഒരു പരാതി, അവരുടെ പാത്രങ്ങൾ എടുക്കുന്നത് പരാതി. ഞങ്ങൾ രണ്ടുപേരോടും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. അപ്പോൾ അച്ചാച്ചൻ തന്നെ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്ത് നമുക്ക് വേറെ ഇട്ട് വെക്കാമെന്നും പറഞ്ഞ് ആ വീട്ടിൽ തന്നെ അവരുടെ അടുപ്പിലൊക്കെ ചോറ് വെച്ചു. അതപ്പോഴത്തേനും അവിടെ അടുക്കളയിൽ കയറി നമ്മൾ പെരുമാറാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വഴക്കായപ്പോൾ നമ്മൾ കിടക്കുന്നൊരു കൊച്ചു മുറിയുണ്ട്. ആ കൊച്ചു മുറിയിൽ തന്നെ ചോറും വെച്ച് നമ്മൾ അവിടെ തന്നെ താമസമായി. അപ്പോഴത്തേനും പിന്നെ അപ്പോഴത്തേനും മോളുമായി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് വഴക്കും പ്രശ്നങ്ങളുമായി. അവർ തന്നെ ഓഹരി, അത് പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ ഓഹരി തന്നു. 3 സെൻറ്റ് വസ്തു തന്നു. നമ്മൾ അവിടെ തന്നെ വീട് വെച്ചു. പക്ഷേ ഇതിന് മുമ്പ് ഈ പൈസ കൊടുക്കാനുള്ളത് 6 മാസം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട് വിൽക്കാൻ തോന്നി. എൻ്റെ വീടുണ്ട്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു അനിയത്തിയുണ്ട്. അന്ന് ഒരു പയ്യനോട് സ്നേഹത്തിലായി ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ പുള്ളിക്ക് അതും ഒരു ഭയങ്കര ഒരു നാണക്കേട് പോലെ ആയിട്ട് പുള്ളി തന്നെ അനിയത്തിയെ കാണുവാണെന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യും പുറത്ത് വെച്ച് കാണുമ്പോൾ. പക്ഷെ എന്നോട് അവൾ മിണ്ടാൻ വന്നാൽ എന്നോട് വഴക്ക് പറയും. വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം അമ്മ പറഞ്ഞെങ്കിൽ വീട് വിറ്റ് നിനക്ക് തരാനുള്ളത് തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്നും എന്നാ വിൽക്കുന്നതെന്നും പറഞ്ഞ് അതൊരു പ്രശ്നമായി. അപ്പോൾ ഇതിന് മോളെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തിന് വിളിച്ചുകൊണ്ട് പോകണമല്ലോ. അന്നേരം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ വരണമെന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണം ബാക്കി തരാതെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ വിലയ്ക്ക് എൻ്റെ വീട് കൊടുത്തു. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞെങ്കിൽ വീട് കൊടുക്കാതെ എൻ്റെ പേർക്ക് എഴുതി തരാം, ഈ സ്വർണ്ണങ്ങൾ കൊടുക്കുമ്പോൾ ബാക്കി വീട് തിരിച്ചെഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആദ്യം സമ്മതിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തിയൊക്കെ വരാൻ പറഞ്ഞ് ഞാൻ ഈ വീട് എനിക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരൊക്കെ വരണമെന്ന് ഞാൻ തീരുമാനിക്കും. നിൻ്റെ അനിയത്തി കയറാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരോടും ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അപ്പം നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വരണ്ടെന്ന് പറയും. അത് എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ. അനിയത്തി ഇറങ്ങിപ്പോയതിന് ശേഷം എന്ന് പറഞ്ഞു. അപ്പോഴേ 6-7 മാസം ഗർഭിണിയായിട്ടിരിക്കുക. അന്നേരം ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ എഴുതി വെക്കാനായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയായിട്ടൊക്കെ താമസിച്ചിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അവർക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആങ്ങൾ ഭയങ്കര ഒരു കാര്യം ചെയ്ത് നമുക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. വീട് കൊടുത്തിട്ട് എനിക്ക് തരാനുള്ള ബാക്കി സ്വർണ്ണങ്ങൾ എടുത്ത് തന്നതിന് ശേഷമാണ് അവിടെ വിളിക്കാൻ പോയപ്പോഴത്തേനും അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനിയത്തിയും മുഴുവൻ 5 പവനും കൂടെ ഉണ്ടായിരുന്നു. 5 പവനും കൂടെ അപ്പോഴത്തേന് 6 മാസം എന്നുള്ള 1 വർഷത്തോളം ആയി അത് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേന് അനിയത്തിയും ഗർഭിണിയായി, ഞാനും ഗർഭിണി. ഞങ്ങൾ 1 മാസത്തെ വ്യത്യാസമില്ല, 2 പേരും ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ വീട് കൊടുക്കാതെ നമുക്ക് നിൽക്കാൻ, പ്രസവമൊക്കെ കഴിയട്ടെ, വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്, അത് പറ്റത്തില്ല, എനിക്ക് വിളിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ ഇത് തന്നാലേ പറ്റത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ വീട് കൊടുത്തു, സ്വർണ്ണങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. വിളിക്കാൻ ചെന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വർണ്ണങ്ങൾ ഇട്ട് വേണമല്ലോ കൊണ്ടുവരാനായിട്ട്. അരപ്പവൻ്റെ മോതിരം പുള്ളിക്ക് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അവിടെ എല്ലാവരും ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മോതിരം പരസ്യമായിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കത് നാണക്കേടാണ്, അതുകൊണ്ട് ആരും കാണാതെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ചെയിൻ വേണമെന്നാണ് താല്പര്യം. പൈസ നമ്മുടെ സാമ്പത്തികം കുറവായതുകൊണ്ട് അതിട്ട് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ തന്നെയാണ് പറയാൻ സാധനം അവർ ചെയിൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മോതിരമാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തിരിച്ച് ഇവിടുന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഇവർ തന്നെ പറഞ്ഞു 3 കൂട്ടം പലഹാരം മതി, കേക്കും അലുവയും മുട്ടായിയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ 5 കിലോ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ബേക്കറി കയറി വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മൾ പോയത്. അവിടെ ചെന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പേ പുള്ളി വിളിച്ചു, എവിടെ എത്തി? ഞാൻ വീട് എത്താറായതേ ഉള്ളൂ. അത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അത് കേക്കൊക്കെ 5 കിലോ വീതം കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ എല്ലാം പീസ് ചെറുതായിപ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്ക് എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര വിഷമമായിപ്പോൾ. കാരണം നമ്മളവിടെ ചെന്നിട്ട് അല്ല സുരക്ഷിതമായിട്ട് എത്തിയോ എന്നല്ല വിളിച്ച് ചോദിച്ചു. കൊണ്ടുവന്ന സാധനത്തിന് കട്ട് ചെയ്ത് ചെറുതായി പോയെന്നും പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടുന്ന് അതിന് മുമ്പ് ഞാൻ പറഞ്ഞ് വീട്ടിൽ ഡ്രസ്സ് ഇടാൻ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞ് വേണ്ട, ഞാനത് കൊണ്ട് തന്നോളാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുവരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ വന്നെടുത്താൽ മതി, എനിക്ക് അതിൻ്റെ പുറകെ നടക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടെ വന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും അവരുടെ വീട്ടിൽ വരുന്നതും പോകുന്നതും അവർക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ആരും വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും നീ തന്നെ തുണി എടുക്കാൻ വന്നെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി. പിന്നെ വന്ന് തുണിയും എടുത്ത് ഞാൻ തന്നെ തിരിച്ച് പുനലൂരങ്ങ് പോയി. ഇപ്പം അപ്പോഴത്തേനും അമ്മയൊക്കെ വാടകയ്ക്കായല്ലോ, ഞങ്ങൾ കുന്നിക്കോടാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ 8 മാസം ഗർഭിണി എടുത്തപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ബൈക്കിന്. ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോഴത്തേനും അനിയത്തി പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. പുള്ളി ബൈക്കിൽ രാത്രി 10 മണിയായും വിളിച്ചു, ഞാൻ കുന്നിക്കോടോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബൈക്കിൽ വരുന്നെന്ന് പറഞ്ഞു.
10 മണി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെളുപ്പിന് ഒരു 4 മണി ആയപ്പോൾ ഒരു ബൈക്ക് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ താഴെ വന്ന് നിർത്തി. കുറേ നേരം കഴിഞ്ഞ് കാണാത്തതുകൊണ്ട് എൻ്റെ പപ്പ ഇറങ്ങിപ്പോയി. ഇറങ്ങി ചെന്നപ്പോഴും രക്തത്തിൽ കുളിച്ചാണ് പുള്ളി വരുന്നത്. നോക്കിയപ്പോഴും മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് മുഖമൊക്കെ നീരായിട്ടിരിക്കുന്നു. അപ്പോഴും എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു. പുള്ളിക്ക് നിൽക്കാൻ പോലും വയ്യ, നല്ല മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കുന്നു. അതുപോലെ മുറിവ് അതേപോലെ പരുക്കാണ്. പെട്ടെന്നാണ് പപ്പ വണ്ടി വിളിച്ച് കൊണ്ടൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേന് മുറിവൊക്കെ ഇവിടെ എല്ലാം നല്ല മുറിഞ്ഞ് വാരിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി വന്ന വഴിക്ക് ഒരു വീടിൻ്റെ കൊക്കയിൽ മതിലെ തട്ടി അതിൻ്റെ കുഴിയിൽ വീഴുമായിരുന്നു. കുഴിയിൽ വീണ് ബോധം പോയി. വെളുപ്പിന് 3-3:30 എങ്ങാണ്ടാണ് ബോധം വീഴുന്നത്. അപ്പോൾ ഒരാളെ സഹായമില്ലാതെ അവിടെ നിന്ന് എണീറ്റ് വരാൻ പറ്റത്തില്ല. എന്നിട്ടും പുള്ളി കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് നേരെ കുന്നിക്കോടാ വന്നത്. പക്ഷേ ഒരു 20 മിനിറ്റ് വേണ്ട അവർ വീട്ടിൽ തിരിച്ചെത്താൻ. പക്ഷേ ഈ 1-1.5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ വന്നു. അവിടെ വന്നപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നിട്ട് അവർ അനിയൻ്റെ ഫോണിൽ ഒരുപാട് പ്രാവശ്യം വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവർ ഇപ്പാപ്പനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിലെ വീട്ടിലൊന്ന് അറിയിച്ചേക്കണേന്ന് പറഞ്ഞു. അത് ഇപ്പാപ്പൻ ഞാൻ അറിയിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ വിളിക്കുന്നു. പിന്നെ നീ അല്ലയോ മോനെ വിളിച്ചു വരുത്തി എൻ്റെ മോനെ കുഴിയിൽ വീഴ്ത്തിയത്, നീ കാരണമാണെന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരുപാട് ശകാരിച്ചപ്പോൾ സ്കാൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയി. മുറിവൊക്കെ അതുപോലായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേന് അനിയത്തി പ്രസവിച്ചു. തൊട്ടപ്പുറം ഇപ്പുറമായിട്ട് കിടക്കുക. വഴി അനിയത്തി പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ കാണാൻ പോകരുത്, കുഞ്ഞിനെ കാണാൻ പോയ പ്രശ്നമാകുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. ഹോസ്പിറ്റലിനകത്ത് തന്നെ എനിക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോഴും 9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ എപ്പോഴും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന കണ്ടുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞു. നീ ഇത്തരം ഒരുപാട് രോഗികൾ കിടക്കുന്നിടത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് നിൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിയുടെ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. വഴക്ക് പറഞ്ഞത് കാരണം പുള്ളിക്ക് പിന്നെ അപ്പോഴേ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകണം. കാരണം ചോദിച്ചിട്ട് അത് നീ ഇവിടെ നിന്നാൽ നീ അവിടെ കൂടെ ആശുപത്രിയിൽ നിൽക്കുക, അതുകൊണ്ടാണെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ആശുപത്രി നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പോൾ അവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് ഇത്രയും വയ്യാതിരിക്കുന്നിടത്ത് കൊണ്ടുപോയാൽ എങ്ങനെ, അത് നിങ്ങൾ നോക്കിയാൽ ശരിയാകത്തില്ല, ഞാൻ അവളെ കൊണ്ടുപോകാൻ. അമ്മ പറഞ്ഞ് ഇത്രയും വയ്യാതിരിക്കുന്നിടത്ത് ഇനി കൊണ്ടുപോകണ്ട, അവളൊന്ന് ഇത്രയും ദൂരെ വരാൻ പാടല്ലയോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അവിടെ ഭയങ്കര ബഹളമായി, ചീത്തുവിളിയൊക്കെ ആയി ബഹളമായി. പുള്ളി ഇനി തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ വിളിക്കത്തുമില്ല, നോക്കത്തൊന്നുമില്ല. ആദ്യമേ മദ്യപിക്കുന്ന ശീലം ആദ്യം മുതലേ ഉണ്ട്, അത് അറിയാം കുട്ടിക്ക്? ഇല്ല, അത് അറിയാം. പക്ഷെ മദ്യപിക്കുന്നത് കൊണ്ട് അടിയും വഴക്കും പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ സംസാരിക്കുന്നതിൽ എന്താ സംസാരിക്കുന്ന, ആരോടാ സംസാരിക്കുന്നതെന്ന് പുള്ളിക്കൊരു പൊതുവെ എല്ലാവരോടും അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെ അന്യ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കും. എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് ആ പറയുന്ന സമയത്ത് ഒരു ബോധവും ഇല്ല. പിന്നെ ചോദിക്കും ഞാനാണോ സംസാരിച്ചതെന്ന് ചോദിക്കും. ചില സമയം സ്നേഹത്തെ സംസാരിക്കും, അതേപോലെ തന്നെ തിരിച്ച് വേറെ രീതിയിലും പറയും. അങ്ങനെ പെട്ടെന്നൊരു മരണ ക്യാരക്ടർ. അങ്ങനെ കുഴപ്പമായിട്ട് അദ്ദേഹം ആ ഒരു മുറിവോട് കൂടി തിരിച്ചു വന്നു. പിന്നെ കുറെ നാളത്തേന് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേന് പ്രസവ ഡേറ്റ് ആയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞതുപോലെ നാളെ രാവിലെ ഓപ്പറേഷന് കയറ്റുവാണ്, അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഞാൻ ഒപ്പിടാൻ വരത്തില്ല, ഒപ്പിട്ട് കഴിഞ്ഞാൽ നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിൻ്റെ വീട്ടുകാരുടെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അതൊരു ഷോക്കായിപ്പോയി. അങ്ങനെ രാവിലെ വെളുപ്പിനെ പിറ്റേന്ന് 5:30 ആയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് വൈകിട്ട് 3:30-ക്കാണ് ഓപ്പറേഷൻ തിരിച്ച് പ്രസവ റൂമിൽ നിന്ന് ഇറക്കിയത്. അപ്പോൾ ഞാൻ 3:30 ആയപ്പോൾ ഇറങ്ങി വന്നപ്പോഴും പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളിയുണ്ട്, അമ്മയും ഉണ്ടായിരുന്നു. അല്ല, പുള്ളി മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് കുഞ്ഞിനെയും കണ്ടപ്പം പുള്ളിക്ക് ആൺകുട്ടി എന്നൊരു വലിയ താല്പര്യമായിരുന്നു. പ്രസവത്തിന് പെൺകൊച്ചിയാണ് അറിഞ്ഞുകൊണ്ട് വന്ന് കൊച്ചിനെ വാങ്ങിക്കാനോ കൊച്ചിനെ തൊട്ട് കിടക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പെൺകൊച്ചാന്ന് അറിഞ്ഞുകൊണ്ട് വേണ്ടാന്നും പറഞ്ഞ് പുള്ളി അങ്ങ് മാറി നിന്നു. പിന്നെ ഇടയ്ക്ക് കൂടി ഇരിക്കുമ്പോൾ 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഒന്ന് വരും, കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് കാലിൽ ഇങ്ങനെ തോണ്ടി നോക്കിയിട്ട് കുറച്ച് നേരം എടുക്കത്തൊന്നുമില്ല, അങ്ങനെ നോക്കിയിരുന്നിട്ട് അങ്ങ് പോവും. പിന്നെ പ്രസവം കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഒന്നിനും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് 28 നടത്തിയ സമയത്തും നിൻ്റെ വീട്ടുകാർ എന്താ ചെയ്യുന്ന ഞാനൊന്ന് കാണട്ട്, ഞാനിവിടുന്ന് സ്വർണ്ണം അരിഞ്ഞാണോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ 28-ന് ഒരു കറുപ്പ് ചരട് പോലും വാങ്ങിച്ച് കെട്ടാൻ പുള്ളി വന്നത്, പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. പിന്നെ ഇവിടുന്ന് അമ്മയൊക്കെയാണ് അവിടെ കൊണ്ടാക്കി അറിയിച്ചു. പക്ഷെ അവരാരും അത് പറഞ്ഞല്ലോ, അമ്മയായിട്ട് പോലും വലിയ സഹകരണമില്ല. അമ്മയും മോനുമായിട്ടോ അല്ലെങ്കിൽ അനിയനുമായിട്ടോ അവർ തമ്മിൽ പോലും വലിയ പൊരുത്തമില്ലാത്തൊരു പ്രത്യേക ക്യാരക്ടറാണ് അവിടെ. ആർക്കും ആരോടും ഒരു കടപ്പാടും ഇല്ല, ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ല. ഭയങ്കര ഒരു വെറുപ്പ്. അങ്ങനെയാണ് നമ്മൾ വേറെ വീടൊക്കെ വെച്ച് മാറിയതും താമസിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് പിന്നെ എന്നെ കൊണ്ടാക്കി കുറേ നാൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ പുള്ളി എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി ഒരു ബൈക്ക് വാങ്ങിക്കണമെന്ന് പറയും. അപ്പോൾ കഴുത്തേ കിടക്കുന്ന ഊരി കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറയും.
അപ്പോൾ പറയുന്നത് നമ്മൾ കുറച്ച് കടങ്ങളുണ്ട്, കടം തീർത്തിട്ട് ബാക്കിയുള്ളത് ചെറിയ തുകയ്ക്കുള്ള വാങ്ങിക്കുക, അത് പറ്റത്തില്ല, അത് എല്ലാവർക്കും ഓടിക്കുന്ന പോലെ സെൽഫ് ഷാർട്ടർ വേണമെന്നൊക്കെ പറഞ്ഞ് 30-35,000 കൊടുത്ത് പണയം വെച്ചിട്ട് വാങ്ങിക്കും. ഇപ്പം ഇലക്ട്രോണിക്സ് പണിയുണ്ട്, പിന്നെ പ്ലംബിങ് അറിയാം, എല്ലാ പണിയും ചെയ്യുന്നതാണ്. അപ്പോൾ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഉള്ളതുപോലെ കൊണ്ട് തരാമെന്ന് പറയും. പക്ഷേ ഈ വാങ്ങിക്കുന്ന സമയത്ത് പറയുന്നതല്ലാതെ പിന്നെ പണയത്തിന് അടയ്ക്കണമെന്ന് പലിശയെന്ന് പറയുമ്പോഴത്തേന് വീട്ടിൽ വഴക്കാവും. പൈസ ഉണ്ടെങ്കിൽ നിനക്ക് പറ്റത്തോളൂ എന്ന് ചോദിക്കും. പിന്നെ അത് പലിശ കയറി അങ്ങ് പോകത്തേ ഉള്ളൂ. അടുത്തൊരാവശ്യം വരുമ്പോൾ പിന്നെയും വരും. അപ്പം നമ്മൾ അന്നേരം ചോദിക്കുന്നതിന് ഊരി കൊടുക്കുകയും ചെയ്യും. തിരിച്ച് പൈസ ചോദിക്കുമ്പോഴത്തേന് അതൊരു പ്രശ്നമാവുക. അങ്ങനെയാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളാകുന്നത്. പിന്നെ അവിടെ ഈ കോഴിയും മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് ഭയങ്കര താല്പര്യം. അപ്പോൾ ചെറിയൊരു ഷെഡ് പോലെ, നമുക്ക് 3.5-4 സെൻറ്റല്ലേ ഉള്ളൂ, അതിനകത്ത് ചെറിയൊരു ഷെഡ് അടിച്ച് കോഴിക്കൂട് വെച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും കൊണ്ട് അവർ തന്നെ കൊണ്ട് കേസൊക്കെ കൊടുത്തപ്പോഴേ പോലീസ് തന്നെ അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അവരെന്തോന്ന് വെച്ചാൽ ജീവിക്കട്ടെ, നിങ്ങളുടെ കാര്യം നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു ബിസിനസ് പോലെ കോഴി വളർത്തുക 1.5 മാസം 2 മാസം പ്രായമാകുമ്പോഴത്തേന് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ വളർത്തിക്കൊണ്ട് ഈ 4 സെന്റ് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലുള്ള വസ്തു, അമ്മയുടെ പേരിലുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത് നമുക്ക് 2 പേർക്കൂടെ ഈ സ്വർണ്ണങ്ങൾ വിറ്റും പണയം വെച്ചും ഒക്കെയാണ് ആ വസ്തു എഴുതിച്ചത്. അപ്പൊ എന്റെ പേരിലോട്ട് എഴുതിച്ചോ? മോന്റെ പേരിൽ, അച്ചാച്ചന്റെ പേരിൽ എഴുതിച്ചു. അപ്പോഴും പറഞ്ഞാൽ നമ്മുടെ 2 പേർ കൂടെ പേർക്ക് എഴുതാന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ട് സ്വർണ്ണം പണയം വെച്ചതും വിപ്പിച്ചതും അല്ല. പക്ഷെ പുള്ളിയുടെ പേർക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതൊക്കെ കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചിരുന്നോ? ജിത്തുവിന്റെ വീട്ടിൽ അറിയിച്ചിരുന്നോ നിങ്ങൾ? ഒന്നും പറയാൻ പറ്റത്തില്ല മേഡം. നമ്മൾ എന്തെങ്കിലും പറയാൻ സംസാരിക്കാൻ എൻ്റെ വീട്ടിലോട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ അസഭ്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അപ്പോഴേ ഇറങ്ങി അങ്ങ് പോവുക പുള്ളി. ആരും ഒന്നും പറയാനോ സംസാരിക്കാനോ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് മനുഷ്യൻ്റെ വായ അടച്ചു കളയും. കാരണം ഈ അതേപോലെ സംസാരമായതുകൊണ്ട് ആരും പ്രത്യേകിച്ച് നിൽക്കത്തില്ല കൂടെ. അപ്പൊ അങ്ങനെ ഇത് ഈ ആ ബിസിനസ് അവിടെ കൊണ്ട് നിർത്തിയോ കേസ് കൊടുത്തപ്പം? ഇല്ല, നിർത്തിയില്ല. പക്ഷേ ഞാൻ പോലീസുകാരെ നിങ്ങൾ തുടർന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം കൊല്ലത്ത് ഹാച്ചറിൽ പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു. പിന്നീട് എൻ്റെ അടുത്ത് നമുക്ക് ജീവിക്കാനല്ലയോ, നീ ഒരു കാര്യം ചെയ്യും, ഇൻക്യുബേറ്ററും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് തന്നെ മുട്ട വെച്ച് വിരിച്ച് നമുക്ക് തന്നെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ല എൻ്റെ അടുത്ത്. എങ്കിൽ നിൻ്റെ കഴുത്തേരിക്കാൻ സ്വർണ്ണമോ പണയം വെച്ചോ അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് എനിക്ക് ഞാൻ അടയ്ക്കാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചാൽ കറക്റ്റായിട്ട് ആരും കൊടുക്കൂല പൈസ. ഇപ്പോൾ കുടുംബശ്രീയിലൊക്കെ ഉള്ളത് അവിടെ നിന്ന് ലോണും അല്ലെങ്കിൽ ഈ റോളിങ് അണ്ണാച്ചിമാർ വരുന്ന അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്ത് പുള്ളി പറയുന്നതിനെല്ലാം ഞാൻ കൊടുക്കും. പക്ഷേ ഈ മാസം അവർക്ക് അടയ്ക്കാൻ കൊടുത്തില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ, അടയ്ക്കാൻ ചോദിക്കുമ്പോൾ പൈസ തരത്തില്ല. എന്തോ വെച്ചാലും പൈസ തന്നില്ലെങ്കിൽ നീ എന്തോ ചെയ്യും, അവരുടെ അടുത്ത് അല്ലെങ്കിൽ 2 മാസം അവധി പറ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ പൈസ ചോദിക്കുമ്പോഴത്തേനും നമ്മൾ വഴക്കാവുമ്പോഴത്തേന് പിന്നെ കുറച്ച് ദിവസത്തേന് അനക്കമില്ല, പൈസയും തരത്തില്ല, അനക്കമില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മറിച്ച് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ചെറിയൊരു മുറുക്കാൻ കട പോലെ വീട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയാലും വേറെ ഒന്നിനും കാണത്തില്ല. സാധനം എടുക്കാനോ അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കാനുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനും തികയത്തില്ല. അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും പോകുന്നത്. ഇപ്പോഴുണ്ട് കടയുണ്ട്. മറ്റേ കോഴിയുടെ ഇപ്പം പുള്ളി പോയപ്പം ഞാൻ തുടങ്ങി, അല്ലാതെ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലാതെ വന്നപ്പോഴത്തേന്. അതുപോലെ കോഴിയെ കൊണ്ട് ചന്തയിൽ വിൽക്കും. ഈ മിക്ക കോഴികളും നല്ലവണ്ണം നോക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും വരാത്തതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇപ്പോൾ കച്ചവടം ചെയ്ത് തിരിച്ച് വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ 2-3 കോഴിയെ കൊടുത്തോളൂ. പൈസ എന്ത് കോഴി കൊണ്ടുപോകുന്നെല്ലാം തീരും, പക്ഷെ പറയുന്നത് ഞാൻ 3-4 കോഴിയെ കൊടുത്തോളൂ. പക്ഷേ പൈസ പണയത്തിന് അടയ്ക്കാമല്ലോ, നീ ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. അത് പൈസ എനിക്ക് കിട്ടിയില്ല, കിട്ടുമ്പോൾ ഞാൻ തരാമെന്ന് പറയും. പക്ഷെ പൈസ തരത്തതുമില്ല, കോഴിയെ മൊത്തം തീരുകയും ചെയ്യും. പിന്നെ അടുത്ത ട്രിപ്പ് എടുക്കണമെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും മറിച്ച് വേണം കൊടുക്കാൻ. വേറെ ഏതെങ്കിലും കുടുംബമോ ആർക്കെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. 10 പൈസ അങ്ങനെ വിട്ട് കളിക്കുന്ന സ്വഭാവവും ഇല്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ അതറിയത്തില്ല. അങ്ങനെ പിന്നെ എന്നാലും തട്ടിയും മുട്ടിയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു കുടുംബശ്രീയിൽ 25,000 രൂപ ലോണ് കിട്ടി. ആ ലോണ് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് ആടിനെ മേടിക്കാം, അതാകുമ്പോഴത്തേന് 10 പൈസ നമുക്ക് വരുമാനം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്ന സമയത്താണ് ഈ സതി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്നാണ് ഈ ആടിനെ പോയി മേടിക്കുന്നത്. 10-12 രൂപയ്ക്ക് ആടിനെ മേടിച്ച് 1 മാസത്തോളം നമ്മുടെ വീട്ടിൽ നോക്കി. വീട്ടിൽ വിൽക്കുന്നത് അപ്പം നല്ല ആടാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ആടിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വെച്ചിട്ട് താഴെ ഭാഗത്തായിട്ട് താമസിക്കും, വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. അവർക്ക് 2 മക്കളുണ്ട്. ഭർത്താവ് പിന്നെ ഇപ്പം വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് പോയത് ഒരു പട്ടാളക്കാരനൊക്കെയാണ്. പക്ഷേ ഈ പുള്ളി അവരുമായിട്ടുള്ള യോജിപ്പ് കുറവുകൊണ്ടാണ് പുള്ളി പോയെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോയി ആടിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആടിനെ നോക്കി നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നിന്നു. പിന്നെ ഒരു പ്രാവശ്യം ഉണക്കായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ആടിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കാൻ, ഇവിടെ തീറ്റയൊന്നുമില്ല, മലയുടെ സൈഡിൽ അവരുടെ വീട്, അവിടെ കൊണ്ട് കെട്ടാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ആടിനെ കെട്ടി. അപ്പോൾ എന്നും രാവിലെ 8 മണിയാകുമ്പോഴത്തേന് ആടിനെ അഴിച്ചു കെട്ടാൻ പോകും, ഉച്ചയ്ക്ക് 2 മണിക്ക് കഞ്ഞി കൊടുക്കാൻ പോകും, വൈകുന്നേരത്തെ 5 മണിക്ക് ആടിനെ അഴിച്ചു കെട്ടാനും പോകും. ഞങ്ങൾ 2 പേരോടാണ് ആദ്യം പൊക്കോണ്ടിരുന്നത്. പിന്നെ പുള്ളി പറഞ്ഞ് നീ പോകണ്ട, ഞാൻ പോയി നോക്കിക്കോളാം. നമ്മൾ രാവിലെ 8 മണിക്ക് ആടിനെ കെട്ടാൻ പോയാൽ 10-10:30 ആയാലും ആടിനെ കൂട്ടിന്ന് അഴിച്ച് കെട്ടത്തില്ല. ഇവർ തമ്മിൽ നിന്ന് സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്.
ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നു. അതിന് ഓട്ടത്തിന് പോവോ? ഓട്ടത്തിന് പോകുന്ന ഈ ഓട്ടോയും കൊണ്ടാണ് പോകുന്നത്. രാവിലെ 6 മണിക്ക് ഈ അണ്ടി ആഫീസുകാരുടെ ഓട്ടോ ഉണ്ട്. രാവിലെ അവരെ കൊണ്ടാക്കിയിട്ട് കുളത്തൂപ്പുഴ ഇറങ്ങിയിട്ട് തിരിച്ചൊരു പാലൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടാണ് ആടിനെ കെട്ടാൻ പോകുന്ന മുന്നിൽ പുള്ളി പോകുന്നത്. ഓട്ടോയും കൊണ്ട് അവിടെ ഇട്ടിട്ട് നിൽക്കുക. അല്ലെങ്കിൽ അവർ 10 മണിക്ക് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്. 10 മണിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആടിനെ കെട്ടിയാലും മതി. പക്ഷെ പുള്ളി 8 മണിയാകുമ്പോഴേ ഈ ഓട്ടോയും എടുത്തുകൊണ്ട് അങ്ങ് പോകും. അവർ നിന്ന് തേച്ച് വഴക്കം കാര്യം പറഞ്ഞതിന് കൂടെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൊച്ചുങ്ങളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നതൊക്കെ പുള്ളിയെ കൊണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം കുഞ്ഞിന് വയ്യ ചേട്ടാ കുളത്തൂപ്പുഴ വരുന്ന പോകണമെന്ന് പറഞ്ഞാൽ പറയും വണ്ടിയിൽ ഡീസലില്ല, അല്ലെങ്കിൽ നീ ഒരു 7 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് നീ ഇറങ്ങി പോകാൻ പറയും. നമ്മുടെ കൂടെ വരത്തില്ല. അവിടെ അവൾ എന്ത് പറഞ്ഞാലും കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോവുക, ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക, എല്ലാം ചെയ്യുന്ന പുള്ളിയാണ് ചെയ്യുന്നത്.